ഹലോ നമസ്കാരം. പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത്രയും നാൾ മൂടി വെച്ച ഒരു രഹസ്യം ആദർശിൻ്റെ മുമ്പിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. നാഗേന്ദ്രനല്ല യഥാർത്ഥത്തിൽ കുറ്റക്കാരനെന്നും അതിനൊക്കെ കാരണക്കാരി ജലജയാണെന്നും മനസ്സിലാകണം ആദർശിനെ. അങ്ങനെ ജലജ ഈ തെറ്റെല്ലാം ചെയ്തിട്ട് അവിടെ സുഖമായിട്ട് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നാഗേന്ദ്രൻ ഒരുപാട് അനുഭവിക്കുകയും ചെയ്തു. അപ്പം ആദർശിന് തന്നെ ഒരു ഇതൊക്കെ തോന്നുന്നുണ്ട് നാഗേന്ദ്രനോട്. നിരപരാധിയായ നാഗേന്ദ്രനെ അന്ന് മുത്തശ്ശൻ മനസ്സിലാക്കാതെ അവിടെ നിന്ന് ഇറക്കി വിട്ടതുകൊണ്ട് നാഗേന്ദ്രൻ അവിടെ നിന്ന് പോവുകയും നാഗേന്ദ്രൻ അനന്തപുരി തറവാടിനോടും ജലജയോടും ഒക്കെ ശത്രുത കൂടുകയും ചെയ്തു എന്ന് മനസ്സിലാക്കുകയാണ് ആദർശ്. അതോടുകൂടി ആദർശ് ഒരു തീരുമാനം എടുക്കുകയാണ്. മുത്തശ്ശൻ്റെ മുമ്പിലെ എല്ലാ സത്യങ്ങളും വെളിപ്പെടുത്തണമെന്നും നാഗേന്ദ്രൻ്റെ നിരപരാധിത്വം മുത്തശ്ശനെ ബോധ്യപ്പെടുത്തണമെന്നും ജലജ ചെയ്ത വലിയ തെറ്റ് അത് മനസ്സിലാക്കി കൊടുക്കണമെന്നും ആദർശ് തീരുമാനിക്കുകയും അത് ചെയ്യുകയും ചെയ്യാണ്. അപ്പം പിന്നെ പറയണ്ടല്ലോ, ജലജയ്ക്ക് കിട്ടേണ്ടത് തന്നെ മുത്തശ്ശൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആദർശ് കാര്യങ്ങളെല്ലാം ശങ്കരേട്ടനിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. ഇങ്ങനെ ഒരു ചതി മൂർത്തീസ് ജ്വല്ലറിയിൽ നടത്തിയത് നാഗേന്ദ്രനല്ലെന്നും നാഗേന്ദ്രൻ സ്വന്തം ഭാര്യയെ വിശ്വസിച്ച് ആ മാല അവിടെ ഏൽപ്പിച്ചെങ്കിലും ജലജ അത് കൊണ്ടുപോയി അതുപോലെ മറ്റൊന്ന് പണിത് വെച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റാണ് നാഗേന്ദ്രനെ തിരിച്ചേൽപ്പിച്ചതെന്നുള്ള സത്യം. നാഗേന്ദ്രൻ ജലജയുമായിട്ട് നല്ല രീതിയിൽ വഴക്കുണ്ടാകുന്നുണ്ട്. ജലജയെ നല്ല ചീത്ത പറയുന്നുണ്ട്. അപ്പോഴൊക്കെ ജലജ തൻ്റെ ആ കൗശലം തന്ത്രം പുറത്തെടുക്കുകയാണ്. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, അയ്യോ എനിക്കത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്, ഒരിക്കലും ആ നെക്ലേസ് വിൽക്കില്ല എന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത്. അത് അവിടെ ഒരു പ്രദർശനത്തിന് വയ്ക്കുകയുള്ളൂ എന്നാ വിചാരിച്ചത്, അതാരും വാങ്ങുമൊന്നുമില്ല എന്നാ ഓർത്തെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എനിക്കതിനോട് അത്രയ്ക്ക് ആഗ്രഹം തോന്നി എന്നൊക്കെ പറയാം. അപ്പം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എന്നാലും നീ എന്നോട് ചെയ്തത് വലിയ ചതിയായിപ്പോയി, അങ്ങനെ ഒരു ചതി നീ എന്നോട് ചെയ്യരുതായിരുന്നു എന്ന് പറയാം. അപ്പോൾ പറയുന്നുണ്ട്, അത് ചതിയായിട്ട് കാണരുത്, ഈ തെറ്റ് ഞാനല്ല ചെയ്തത് നാഗേന്ദ്രനാണ് ചെയ്തതെന്ന് പറയണം, അത് ഏറ്റെടുക്കണം. ഇല്ല ഞാൻ ചെയ്യില്ല എന്ന് പറയാം. അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നെ നിൻ്റെ അച്ഛൻ ഇവിടെ നിന്ന് അടിച്ചിറക്കും, ഇപ്പം തന്നെ എൻ്റെ കരണ അടിച്ച് പുകച്ചിരിക്കുകയാണെന്ന് പറയാം. അപ്പം ജലജ പറയുന്നുണ്ട്, അയ്യോ അങ്ങനെ പറയല്ലേ, ഞാൻ ചെയ്തതാന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയൊക്കെ എന്നെ പിടിച്ച് തല്ലും, എന്നെ ഇവിടുന്ന് പുറത്താക്കുകയും ചെയ്യും, ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് നമ്മൾ പോകേണ്ടി വരും, അതുകൊണ്ട് തൽക്കാലത്തേക്ക് അങ്ങനെയൊന്ന് ചെയ്യണം, നിങ്ങൾക്ക് പറ്റിയ തെറ്റാണ്, അതെനിക്ക് വേണ്ടി ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയാം. അപ്പം നാഗേന്ദ്രൻ അതനുസരിച്ച് പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. ജയനും അജയനും എല്ലാവരും കൂടി പറയുന്നുണ്ട്, ഇങ്ങനൊരു ചതി ഈ കുടുംബത്തോട് ചെയ്ത നീ ഇനി ഈ വീട്ടിൽ വേണ്ടാന്ന് പറയുക, ഇവിടുന്ന് ഇപ്പം തന്നെ ഇറങ്ങിക്കോണം, ബാഗും കെട്ടൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങിക്കോണമെന്ന് പറയുക. അതനുസരിച്ച് നാഗേന്ദ്രൻ ബാഗൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. പക്ഷേ ബാഗൊക്കെ എടുത്ത് വരുമ്പോഴും നാഗേന്ദ്രൻ്റെ പ്രതീക്ഷ ജലജ കൂടെ നിൽക്കുമെന്നും ജലജ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമെന്നും നാഗേന്ദ്രനെ ഇറക്കി വിടുകയാണെങ്കിൽ ആ കൂടെ ജലജ കൂടി ഇറങ്ങിപ്പോകുമെന്നും ഒക്കെയാണ് കേട്ടോ. അതേസമയം പക്ഷേ അതെല്ലാം നാഗേന്ദ്രന് തെറ്റുപറ്റാണ്. അവിടെ വന്നു കഴിഞ്ഞ് അടിച്ചിറക്കുക നാഗേന്ദ്രനെ, അതുപോലെ നാണം കെട്ട് പോവാണ്. അപ്പോൾ ജലജയോട് പറയുന്നുണ്ട്, നീയും വരികയല്ലേ എന്ന് ചോദിക്കുക, ഇറങ്ങിയേക്കാം, നമുക്ക് ഇറങ്ങിയേക്കാം, നീയും വരികയല്ലേ എൻ്റെ കൂടെ എന്ന് ചോദിക്കുമ്പോൾ ജലജ പറയുക, ഞാൻ വരാനോ, ഞാൻ എന്തിനാ ഇപ്പോൾ വരുന്നത് നിങ്ങളുടെ കൂടെ, ഈ രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ എങ്ങോട്ട് വരാനാ, നിങ്ങളല്ലേ തെറ്റ് ചെയ്തത്, അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയാൽ മതി എന്ന് പറയാം. അപ്പോഴും നാഗേന്ദ്രൻ പറയുന്നുണ്ട്, നിനക്ക് വേണ്ടിയല്ലേ അത് ചെയ്തത്, നീ പറഞ്ഞിട്ടല്ലേ, നീ എന്നെ ചതിക്കുകയാണോ, എന്ത് വന്നാലും എൻ്റെ കൂടെ നിൽക്കാമെന്ന് നീയല്ലേ പറഞ്ഞതെന്ന് പറയാം. എപ്പം ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങളെന്താ ഇപ്പോൾ തെറ്റ് ചെയ്തിട്ട് എൻ്റെ തലയിലേക്ക് വെക്കുന്നത്, എന്നെ ഇതിലേക്കൊന്നും വലിച്ചെറുക്കേണ്ട കാര്യമില്ല, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇവിടുന്ന് പോകണം, ഞാനും കുഞ്ഞുങ്ങളും നിങ്ങളുടെ ഒപ്പം വന്നിട്ട് വഴിയാതാരാവാനോ, അതൊന്നും പറ്റില്ല എന്ന് പറയാം. അപ്പോഴാണ് ശരിക്കുമുള്ള ചതി നാഗേന്ദ്രന് മനസ്സിലാകുന്നത്. നാഗേന്ദ്രൻ ജലജയെ ഒന്ന് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അതേസമയം നാഗേന്ദ്രൻ മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നുണ്ടേ. മുത്തശ്ശനപ്പോൾ പറയുന്നത്, ഇല്ല എനിക്കൊന്നും കേൾക്കണ്ടാന്ന്, ഇപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു, പണ്ടും അങ്ങനെ തന്നെയായിരുന്നു, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി അതിൻ്റെ വ്യക്തത വരുത്താൻ പോകുമ്പോൾ മുത്തശ്ശൻ പറയും, എനിക്കിനി ഒന്നും കേൾക്കണ്ട, നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോണം എന്ന് പറയാണ്. അതുപോലെ തന്നെ നാഗേന്ദ്രനോടും പറഞ്ഞു, ഇനി നീ ഒന്നും പറയാൻ വരണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട, ഇവിടെ ഇനി നിന്നെ കണ്ടുപോരുത്, ഇറങ്ങിക്കോണം എന്ന് പറയാം. പിന്നെ നാഗേന്ദ്രന് തന്നെ നിരപരാധിത്വം തെളിയിക്കാനൊന്നും പറ്റുന്നില്ല. ആ അവസ്ഥയിൽ മുത്തശ്ശൻ അതൊന്നും കേൾക്കാനും തയ്യാറാകുന്നില്ല. ജലജയാണെങ്കിൽ ചാദിച്ച് പിടിച്ച് നിൽക്കുക. ജലജയെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് നാഗേന്ദ്രൻ ഇറങ്ങാണ്. ഇതിനുള്ള പണി ഞാൻ നിനക്ക് തരുവടി എന്നുള്ള രീതിയിൽ നാഗേന്ദ്രൻ വിഷമിച്ച് കിട്ടി അവിടുന്ന് ഇറങ്ങിപ്പോവാം. പക്ഷെ നാഗേന്ദ്രൻ ഇറങ്ങിപ്പോയിട്ടും ജലജയ്ക്ക് ഒരു വകുപ്പുമില്ല, ഒരു വിഷമവും ഇല്ല. ജലജയുടെ മനസ്സിൽ സ്വത്ത്, പണം, സ്വർണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ. അതുകൊണ്ട് പോയി കഴിയുമ്പോഴേക്കും ദേവയാനി മുത്തശ്ശിയൊക്കെ ചോദിക്കുന്നുണ്ട്, ജലജ നാഗേന്ദ്രൻ ഇറങ്ങിപ്പോയി കണ്ടില്ലേ, നിനക്കും അവൻ്റെ കൂടെ പോകാൻ മേലായിരുന്നു എന്ന് ചോദിക്കുക.
അപ്പോൾ ഉടനെ പറയും, ഞാനെന്തിനാ പോകുന്നത്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ തെറ്റ് ചെയ്തിട്ട് അതെല്ലാം കൂടി എൻ്റെ തലയിലേക്ക് വെക്കാൻ നോക്കിയിട്ട് ഞാനിനി കൂടെ ഇറങ്ങിപ്പോകണമെന്നോ? ഇങ്ങനൊരു ചതി എൻ്റെ കൂടെ ഇറങ്ങിപ്പോകാനൊന്നും എനിക്ക് പറ്റില്ല. ഇങ്ങനെയുള്ള ചതി ചെയ്യുന്ന ഒരുത്തൻ്റെ കൂടെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാനെങ്ങനെ ഇറങ്ങിപ്പോവും? അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാനും കുഞ്ഞും വഴിയാതാകരാകുകയല്ലേ. അതുകൊണ്ട് അതിനൊന്നും എന്നെ കിട്ടുകയില്ല, പോകുന്നവരൊക്കെ അങ്ങ് പൊക്കോളും എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ഇതൊക്കെ നാഗേന്ദ്രൻ കേൾക്കുന്നുണ്ട്. നല്ല വിഷമിച്ചാണ് പോകുന്നത്. കാരണം ഒരു തെറ്റും ചെയ്യാതെ അത്രയും നല്ല ആത്മാർത്ഥതയോടുകൂടി അനന്തപുരി തറവാടിനോടും മൂർത്തീസ് ജ്വല്ലറിയോടും ഒക്കെ നിന്ന നാഗേന്ദ്രനെ അവിടുന്ന് ഒന്നും അല്ലാതെ ഒരു കരിയേപ്പില പോലെ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത് മുത്തശ്ശൻ. എന്നാൽ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ കേൾക്കുകയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അത് മാത്രമല്ല, സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഇത് ചെയ്തിട്ട് ഭാര്യയും കൂടെ നിൽക്കാതെ ചതിച്ചിറക്കി വിടുക. അങ്ങനെ ആകെ മനസ്സ് മുറിപ്പെട്ട് ഒന്നുമില്ലാത്തവനെ പോലെയാണ് നാഗേന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അതിനുശേഷം നാഗേന്ദ്രൻ പല സ്ഥലത്തും ജോലി അന്വേഷിച്ച് നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ പലരെയും കണ്ട് പറഞ്ഞ് മുത്തച്ഛനെ ഈ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട്, മുത്തച്ഛനോട് പറയാൻ വേണ്ടിയിട്ട് നാഗേന്ദ്രൻ ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി പല പ്രാവശ്യവും മുത്തച്ഛനെ വന്ന് കാണാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മുത്തച്ഛൻ ആ ഭാഗത്തേക്ക് അടുപ്പിക്കുന്നില്ല. ഒന്നും കേൾക്കണ്ട, അവനെ കൺവെട്ടത്ത് വരണ്ടെന്ന് പറഞ്ഞ് തന്നെ നിരുപാധികം തള്ളിവിടുകയാണ്. ഇതൊക്കെ നാഗേന്ദ്രൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമം. ഒന്നുമില്ലാതാവുന്നു, ഭാര്യയും മക്കളും പോലും നഷ്ടപ്പെടുകയാണ്. തൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി നാഗേന്ദ്രൻ ആഗ്രഹിക്കുന്നുണ്ട്, വരുന്നുണ്ട്. പക്ഷേ അനന്തപുരിയുടെ ഭാഗത്തേക്ക് പോലും എത്താൻ പറ്റുന്നില്ല. ജലജ കുഞ്ഞുങ്ങളെ കാണിക്കുന്നില്ല. അങ്ങനെ സ്വന്തം കുഞ്ഞുങ്ങളെയും നഷ്ടപ്പെട്ടു, ജീവിതവും നഷ്ടപ്പെട്ട് നാഗേന്ദ്രൻ ദുബായിലേക്ക് പോവുകയാണ് കേട്ടോ. ആയി ചെന്നിട്ട് ഒരു ജോലിക്കായിട്ട് പലയിടത്തും അലഞ്ഞടക്കുകയും പല സ്ഥലത്തും ജോലി അന്വേഷിച്ച് നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ആളുടെ കൂടി അയാളുടെ ജ്വല്ലറിയിലെ സെയിൽസ്മാനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അവിടുന്ന് പടിപടിയായിട്ട് നാഗേന്ദ്രൻ ഉയരുകയാണ്. ചതിയും വഞ്ചനയും ഒക്കെ ചെയ്ത് തന്നെയാണ് ഉയരുന്നത്. അങ്ങനെ പല രീതിയിലും എങ്ങനെയും അനന്തപുരിക്കാരേക്കാൾ ഉയരത്തിലെത്തണം, മൂർത്തീസ് ജ്വല്ലറിയേക്കാൾ ഉയരത്തിലെത്തണം, ആ പഴയ കടം അത് തീർക്കണം, ആ കണക്ക് തീർക്കണം. ഇത് മാത്രമായിരുന്നു നാഗേന്ദ്രൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. കാരണം സ്വന്തം മക്കളെ കൂടെ ഒന്ന് കാണാൻ ജലജ അനുവദിച്ചില്ല. മക്കളെ തിരക്കി ചെല്ലാന്ന് വെച്ചാൽ ജലജ അതിന് അനുവദിച്ചില്ല. ജലജയെ കാണാനുള്ളൊരു മനസ്സ് പോലും നാഗേന്ദ്രന് ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ തന്നെ നാഗേന്ദ്രൻ എങ്ങനെയും ഒരു പണക്കാരനാവണം, മൂർത്തീസ് ജ്വല്ലറിയേക്കാളും വലിയൊരു ജ്വല്ലറി കെട്ടിപ്പടുക്കണം, എന്നിട്ട് വേണം അനന്തമൂർത്തിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് കാര്യങ്ങളൊക്കെ പറയാൻ, വ്യക്തത വരുത്താൻ. തൻ്റെ ജീവിതം ഇത്രയും നശിപ്പിച്ചതിന്, ഇത്രയും വർഷങ്ങൾ തനിക്ക് കളഞ്ഞതിന്, ഇത്രയും കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നതിന് ഒക്കെ പകരം വീട്ടണം അനന്തപുരിയിലുള്ളവരോടും അതുപോലെ തന്നെ മൂർത്തീസ് ജ്വല്ലറിയിലുള്ളവരോടും. അതുപോലെ അനന്തമൂർത്തി കരയണം, കൊച്ചുമക്കളെ ഓർത്തും മക്കളെ ഓർത്തും ഒക്കെ കരയണം. അത് കാണണം. താൻ തൻ്റെ മക്കളെ കാണാതെ വിഷമിച്ചതുപോലെ മൂർത്തിയും വിഷമിക്കണം എന്നൊക്കെ ഉള്ളൊരു ചിന്ത നാഗേന്ദ്രനുണ്ട്. ഇതിലൊക്കെ പരിധി എന്തൊക്കെ വന്നാലും ജലജ പകരം വീട്ടണം. അതിനുവേണ്ടി ജലജയിൽ നിന്ന് 2 മക്കളെ പിരിച്ചെടുക്കണമെന്ന് നാഗേന്ദ്രൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. നാഗേന്ദ്രൻ അങ്ങനെയാണ് അവന്തികയെ കൂടെ ചേർക്കുന്നത്. അവന്തിക അയർലൻഡ് പഠനത്തിന് പോയി കഴിയുമ്പം നാഗേന്ദ്രൻ അവന്തികയുമായിട്ട് കണക്ഷൻ വയ്ക്കുകയും അമ്മയുടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവന്തികയെ അച്ഛനോടൊപ്പം ചേർക്കുകയും അങ്ങനെ അനന്തപുരിയെ തകർക്കാൻ വേണ്ടിയിട്ട് അവന്തികയെ കൂട്ടുപിടിക്കുകയും ചെയ്യാണ്. അതിനുശേഷം പതുക്കെ എയിം ജ്വല്ലറിയിലെ മാനേജരാക്കി അബിയെ കൂടി ചേർക്കുകയും നാഗേന്ദ്രൻ്റെ ഒപ്പം തന്നെ അബിയെ നിൽക്കുകയാണ് കേട്ടോ. അബിയും അമ്മയെ തള്ളി പറയുന്നുണ്ട്. ജലജയെ പോലെ ഒരു അമ്മ വേണ്ടെന്നും അമ്മയെ അച്ഛൻ്റെ കൂടെ ഒരിക്കലും കൂട്ടണ്ടെന്നും അമ്മയുടെ സ്വഭാവം ശരിയല്ലെന്നും വരെ അബി പറയുന്നുണ്ട്. അങ്ങനെ അവസാനം 2 മക്കളെയും തന്നോടൊപ്പം നിർത്തണമെന്നും ജലജ അവിടെ ഒറ്റപ്പെടണമെന്നും നാഗേന്ദ്രൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയൊക്കെ നടക്കുന്ന നാഗേന്ദ്രനെയാണ് കാണാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ശത്രുതയിൽ നിന്നാണ് എയിം ജ്വല്ലറി ഉണ്ടായതും അവിടെ ആ ശത്രുത പൊട്ടിപ്പുറപ്പെട്ടതും. ഇതൊക്കെ ആദർശ് മനസ്സിലാക്കുകയാണ് ശങ്കരേട്ടനിൽ നിന്ന്. അത് കഴിയുമ്പോൾ ആദർശിന് നല്ലൊരു വിഷമമൊക്കെ തോന്നുന്നുണ്ട്. നാഗേന്ദ്രനോടൊരു സഹാനുഭൂതിയൊക്കെ ആദർശിന് തോന്നുക. അങ്ങനെ ആദർശ് ചിന്തിക്കുക, ഇത്രയൊരു ഭയങ്കരിയായിരുന്നല്ലോ അപ്പച്ചി, അന്നും ഇന്നും ഒക്കെ ഒരുപോലെയായ ഒരു ദുഷ്ടത്തി, സ്വന്തം ഭർത്താവിനെ വരെ ചതിച്ച് പുറത്താക്കിയതാ. എന്നിട്ട് നമ്മളൊക്കെ അറിഞ്ഞ കഥ വേറൊന്നാണല്ലോ എന്ന് ചിന്തിക്കുകയാണ്. എന്നിട്ട് ഈ കഥയൊക്കെ ആദർശ് നയനയോട് ചെന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നയന ആദർശിനോട് പറയുന്നുണ്ട്, ആദർശേട്ടാ ഇതൊരു ഭയങ്കര സംഭവം തന്നെയായി പോയല്ലോ, നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നും അല്ലല്ലോ കാര്യം. ഇതിപ്പം നാഗേന്ദ്രൻ വിചാരിച്ച പോലെ അത്ര വലിയ ദുഷ്ടനൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ അപ്പച്ചിയാണ് അയാളെ ചതിച്ചത്. അതുപോലെ തന്നെ മുത്തശ്ശനും കാര്യങ്ങൾ മനസ്സിലാക്കാതെ അയാളെ പുറത്താക്കി. അതിൻ്റെ ഒരു ദേഷ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ലേ, അതായിരിക്കും. എല്ലാം നഷ്ടപ്പെട്ടത് നാഗേന്ദ്രനല്ലേ. സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും കാണാൻ പറ്റാതിരുന്നത് അയാൾക്കല്ലേ. അതിൻ്റെ വിഷമം വളരെ വലുതല്ലേ എന്ന് പറയാം. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്, നാഗേന്ദ്രന് ശരിക്കും അപ്പച്ചി ചതിച്ചത് തന്നെയാണ്. പക്ഷേ ഇവിടെ അറിഞ്ഞിരിക്കുന്ന കഥ വേറൊരു രീതിയിലല്ലേ. നാഗേന്ദ്രൻ എല്ലാവരെയും ചതിച്ചെന്ന്, അതുകൊണ്ടല്ലേ മുത്തശ്ശൻ അയാളെ പുറത്താക്കിയത്.
ആ എന്തായാലും അയാൾ ചതി ചെയ്തിട്ടില്ല എങ്കിൽ ആ സത്യങ്ങളെല്ലാം മുത്തശ്ശനെ അറിയിക്കണം നമുക്കെന്ന് ആദർശ് പറയാം. അപ്പം നയനയും പറയുന്നുണ്ട്, ശരിയാ, ആ സത്യങ്ങളെല്ലാം മുത്തശ്ശൻ അറിയണം, അല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് പ്രയോജനമില്ല. അപ്പച്ചി ഇപ്പോഴും ഞെളിഞ്ഞ് ഇവിടെ നിൽക്കുന്നതേ അയാളെ ചതിച്ചിട്ടാ, അത് ശരിയായ രീതിയല്ല. അങ്ങനെ ജ്വല്ലറിയും മൂർത്തീസ് ജ്വല്ലറിയും തമ്മിലുള്ള ആ ശത്രുത ഇല്ലാതാക്കണം. വെറും ശത്രുക്കളായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. നാഗേന്ദ്രൻ്റെ മനസ്സിലുള്ള ആ പകയും അടങ്ങിത്തീരണം, മുത്തശ്ശൻ്റെ മനസ്സിലുള്ള പകയും അടങ്ങിത്തീരണം എന്ന് നയന പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാനൊരു കാര്യം തീരുമാനിച്ചു. നമുക്ക് രണ്ടു പേർക്കും കൂടി പോയി ആ നാഗേന്ദ്രനെ ഒന്ന് കാണണം, കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം, സത്യാവസ്ഥയെക്കുറിച്ച് ചോദിക്കണം. അല്ലാതെ അയാളുടെ മനസ്സിലെ വെറുപ്പിനെയും വച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയാം. അപ്പോൾ നയനയും പറയുന്നുണ്ട്, ശരിയാ, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറയാണ് കേട്ടോ. അതേസമയം വീട്ടിലാണെങ്കിൽ അനി നന്ദുവിനെ കാണാൻ പോവുകയാണ്. നന്ദുവിനെ എങ്ങനെയെങ്കിലും വിവാഹം കഴിക്കണമെന്ന് വെച്ച് അനി നടക്കുന്നത്. അങ്ങനെ നന്ദുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നന്ദു പറയുന്നുണ്ട്, അനി ആകെ മൊത്തം പ്രശ്നമായിട്ടിരിക്കല്ലേ, വീട്ടിലാണെങ്കിലും എല്ലാവരും പ്രശ്നമാണ്. അമ്മയും അച്ഛനും ഒക്കെ പറയുന്ന കേട്ടാൽ ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് വിചാരിച്ചതാണ്. അനിയെ കാണരുത്, സംസാരിക്കരുത്, ഇനി ആ ബന്ധം വേണ്ടാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമുക്ക് കാണാതിരിക്കാമെന്ന് പറയാം. അപ്പം അനിയും പറയുന്നുണ്ട്, ഏതായാലും അവന്തികയുമായിട്ടുള്ള ആ വിവാഹം നിശ്ചയം അതങ്ങ് മുടങ്ങിയല്ലോ, അക്കാര്യത്തിൽ സന്തോഷമായി. ഇനിയിപ്പം നമ്മുടെ കാര്യം കുറച്ച് നീണ്ടുപോയാലും ഇങ്ങനെ നിന്നെ സ്നേഹിച്ച് ഇങ്ങനെയൊക്കെ ജീവിച്ചാലും മതി, എനിക്ക് വിവാഹം കഴിക്കണമെന്ന് എനിക്കൊരു നിർബന്ധവുമില്ല, ഇതിലുമൊക്കെ ഒരു സന്തോഷമുണ്ട് എന്ന് അനി പറയാം. നന്ദുവും പറയും, ശരി അനി എന്ന് പറയാം, പക്ഷേ എൻ്റെ കാര്യത്തിൽ തീരുമാനമായില്ല. വീട്ടിലെ അമ്മയും അച്ഛനും മറ്റ് വിവാഹം ആലോചിക്കുന്നുണ്ട്. വേറെ ഏതെങ്കിലും നല്ലൊരു വിവാഹാലോചന വന്നാൽ അത് നടത്താമെന്നുള്ളതാണ് അച്ഛനും അമ്മയും കൂടെ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയാം. പനി പറയുന്നുണ്ട്, ആ വരട്ടെ, അത് മുടക്കുന്ന കാര്യവും ഞാൻ ഏറ്റെന്ന് പറയാണ്. അതേസമയം നവീൻ വീട്ടിൽ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് നവീൻ്റെ അച്ഛനും അമ്മയും കൂടെ അമ്മയും മുത്തശ്ശനും കൂടെ ആലോചിക്കുന്നുണ്ട് നവീന്. അപ്പം നന്ദൂനിയാണ് ഇഷ്ടം എന്ന് നവീൻ പറയാണ്. അപ്പം അമ്മ പറയുന്നുണ്ട്, എന്തൊരു കഷ്ടമാണിത്, നിനക്ക് അവളെ കിട്ടിയോളൂ, എനിക്ക് തോന്നിയായിരുന്നു അവളായിരിക്കും എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാം, ഇനിയും നീ ബഹളം വയ്ക്കാതെ, ആ കുട്ടിക്ക് എന്താ കുഴപ്പം, ഇവന് അവളെ ഇഷ്ടമാണെങ്കിൽ ആ വിവാഹം അങ്ങ് നടത്തണം. കാരണം ഇനിയും അവൻ്റെ പ്രായമൊക്കെ കൂടി വരികയാണ്. ഇനി എന്ന് നീ വിവാഹം കഴിപ്പിക്കാനാ? നിന്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ട പെണ്ണിനെ അല്ലല്ലോ അവൻ വിവാഹം കഴിക്കണ്ടേ, അവൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ട പെണ്ണിനെയല്ലേ നീ ചോദിക്കുക. അപ്പോൾ നവീൻ്റെ അമ്മ പറയുന്നുണ്ട്, പിന്നെ അവളെപ്പോലൊരു മൊട്ടേസി എൻ്റെ മരുമോളായിട്ട് വരിക, അതൊന്നും സമ്മതിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറയാം. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെ പറ്റത്തില്ലെങ്കിൽ അവൻ വിവാഹം കഴിക്കുകയില്ല, ഇപ്പം തന്നെ അവൻ്റെ തീരുമാനം ഉറച്ചതാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ, ഇനിയിപ്പം നമ്മളായിട്ട് വാശി പിടിച്ചാൽ മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ പറയും, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല, അവരിഷ്ടമാണെങ്കിൽ ആ വിവാഹം നമുക്കങ്ങ് ആലോചിച്ച് നടത്താം എന്ന് പറയാം. അവസാനം ഗത്യന്തരമില്ലാതെ നവീൻ്റെ അമ്മ പറയാം, ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ, ഇനി അവൻ്റെ ഇഷ്ടം നടക്കട്ടെ, അവന് പ്രായം കൂടി വരികയും അവന് ഇഷ്ടമുള്ള പെണ്ണിനെ ഞാൻ കെട്ടാൻ സമ്മതിച്ചില്ലെങ്കിൽ ഇനി അതിൻ്റെ കുറ്റം എൻ്റെ തലയിൽ ഇരിക്കണ്ട എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അടുത്ത ദിവസം തന്നെ നമുക്ക് കനകയുടെയും ഗോവിന്ദൻ്റെയും വീട്ടിൽ പോയി വിവാഹാലോചന നടത്താമെന്ന് പറയാം. അങ്ങനെ നവീൻ്റെ അച്ഛനും നവീൻ്റെ മുത്തശ്ശനും അമ്മയും കൂടി കനകയുടെയും ഗോവിന്ദൻ്റെയും വീട്ടിലെത്തുകയാണ്. അപ്പോൾ അവർ വരുന്ന കാണുമ്പോഴേ കനകയ്ക്ക് ഒരു ക്ലിക്കൊക്കെ അടിക്കുന്നുണ്ട്. കാരണം നവീന് നന്ദുവിന് ഇഷ്ടമാണെന്നുള്ള വിവരം കനകയ്ക്ക് അറിയാം. എത്രയും പെട്ടെന്ന് ആ വിവാഹം നടത്തി കൊടുക്കണമെന്നുണ്ട് കനകയ്ക്ക്. അങ്ങനെ അവർ വരുമ്പോഴേ ആ വാ വന്നിരിക്കുന്നൊക്കെ പറയാം. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നന്ദു എവിടെയെന്ന് ചോദിക്കുക. നന്ദു ഇന്ന് ഡ്യൂട്ടിക്ക് പോയല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം അവരോട് പറയുന്നുണ്ട്, അല്ലെ എന്താണെന്ന് ചോദിക്കുമ്പം പറയാം, ഞങ്ങൾ വേറൊന്നുമല്ല, നന്ദുവിനെ നവീന് വേണ്ടി ആലോചിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുകയാണ് നവീൻ്റെ അമ്മ. അപ്പോൾ അത് കേൾക്കുമ്പം കനകയ്ക്ക് ഭയങ്കര സന്തോഷമാവേ. നവീൻ നല്ലൊരു പയ്യൻ, ക്രിമിനൽ വക്കീൽ, നല്ല കുടുംബം, കോടീശ്വരന്മാർ, ഇതെല്ലാം കൂടെ ഓർക്കുമ്പം കനകയ്ക്ക് ഭയങ്കര ഇഷ്ടമാവും. കനക പറയും, ആണോ നവീൻ മോൻ നന്ദുവിൻ്റെ നല്ലൊരു ഫ്രണ്ടാണെന്ന് അറിയായിരുന്നു, അവന് നന്ദുവിനെ ഇഷ്ടമായിരുന്നോ എന്ന് ചോദിക്കുമ്പം മുത്തശ്ശൻ പറയാം, അവൻ ഇഷ്ടം നന്ദുവിനെ മാത്രമാണ്, വേറെ പല ആലോചനകളും വന്നതാ, ഞങ്ങൾ കൊണ്ടുവന്നതുവാ, നടക്കാൻ പോയത് വരെ, പക്ഷെ അവരൊന്നും വേണ്ട, നന്ദുവിനെ വിവാഹം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഒറ്റ കാലിൽ നിൽക്കുക. ഇവളുണ്ടല്ലോ, ഇവക്ക് പോലീസുകാരും വക്കീലുമാരും ഒന്നും മരുമക്കളായിട്ട് വരുന്നത് ഇഷ്ടമില്ല എന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത്രയും നാളും ഇങ്ങനെ ഒരു ആലോചനയിലേക്ക് വരാതിരുന്നത്. പക്ഷേ ഇപ്പം ഇവന് നന്ദുവിനെ മാത്രം മതിയെന്നും പറഞ്ഞ് ബഹളം വയ്ക്കുമ്പം പിന്നെ ഞങ്ങളങ്ങ് അയഞ്ഞു കൊടുത്തു അല്ലേടി എന്ന് ചോദിക്കുമ്പം അവൻ്റെ അമ്മയും പറയാം, ശരിയാ, ഇനിയിപ്പം അവൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, അല്ലെങ്കിലും നമ്മുടെ ഇഷ്ടം പോലെ അല്ലല്ലോ, അവരല്ലേ ഒന്നിച്ച് ജീവിക്കേണ്ടത് എന്നൊക്കെ പറയുമ്പം കനക പറയാ, ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, നന്ദുമോന് ഇതുപോലൊരു ആലോചന വരിക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുക, നന്ദുവിന് ഇഷ്ടമായിരിക്കുമോ? അപ്പോൾ കനക പറയാം, പിന്നെ നന്ദുവിന് ഇഷ്ടമല്ലാതെ ഇരിക്കുമോ? അവർ നല്ല ഫ്രണ്ട്സ് അല്ലേ, നവീനും നന്ദുവും കൂടി ഒന്നിച്ച് ഓരോ സ്ഥലത്തൊക്കെ പോകുകയും വരികയും ഒക്കെ ചെയ്യുന്ന അവർ ഫ്രണ്ട്ഷിപ്പ് ഉള്ളവരാ. അങ്ങനെയുള്ളവർക്ക് വിവാഹാലോചന എന്നാ വരുമ്പോൾ ഇഷ്ടമല്ലാതെ വരുമോ? നന്ദുവിൻ്റെ മനസ്സിൽ ഒരു ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് പറയാണ് കനക. അപ്പം ഗോവിന്ദനും പറയാണ്, അല്ല നന്ദുമോൻ വരുമ്പം ചോദിച്ചിട്ട് നമുക്ക് പറയാം എന്ന് പറയുമ്പം കനക പറയും, എന്തിനാ ഗോവിന്ദേട്ടാ, അവളുടെ മനസ്സ് നമുക്കറിയില്ലേ, ഇനി ഒന്നുകൂടെ അവളോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നേ, ഇവർ തമ്മിൽ ചേരും, നല്ല മാച്ചിങ്, പ്രൊഫഷണലി അവളൊരു SI,
പിന്നെ നവീൻ മോനാണെങ്കിൽ ഒരു ക്രിമിനൽ ലോയർ. രണ്ടുപേരും തമ്മിൽ അങ്ങ് ചേർന്ന് പൊക്കോളും. നല്ലൊരു ആലോചനയായിട്ടാണ് എനിക്കും തോന്നുന്നത് എന്ന് പറയാം. എന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നീക്കണം കേട്ടോ. നന്ദു വരുമ്പം എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണമെന്ന് നവീൻ്റെ മുത്തശ്ശൻ പറയുമ്പോൾ ഒരു ഇഷ്ടക്കേടും ഇല്ല. ബാക്കി കാര്യങ്ങളും സമയം കുറിക്കലും ജാതകവും ഒക്കെ നോക്കണം. പിന്നെ അനന്തപുരിയിലുള്ളവരോടും ആദർശ് മോനോടും അതുപോലെ അഭിമോനോടും ഒക്കെ ചോദിക്കാനുണ്ട്. അവരോടൊക്കെ ചോദിച്ച് എല്ലാ കാര്യങ്ങൾക്കും ഒരു ഉറപ്പൊക്കെ വരുത്താം എന്ന് പറയണം. ശരി, എന്നാൽ ശരി, ഞങ്ങൾ വാക്ക് പറഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞ് അവരങ്ങ് പോവാം. അങ്ങനെ ആ അധ്യായത്തിൽ അവിടം വരെ ആയി നിൽക്കുകയാണ് കേട്ടോ നന്ദുവിനെ വിവാഹം ഉറപ്പിക്കാൻ. നന്ദുവിന് യാതൊരു താല്പര്യവും ആ കാര്യത്തിലില്ല. എന്നാൽ ഈ സമയത്ത് ആദർശം നയനയും കൂടി നാഗേന്ദ്രനെ കാണാൻ പോവുക. നാഗേന്ദ്രൻ്റെ അടുത്ത് ചെല്ലുകയാണ്. നാഗേന്ദ്രനെ കണ്ടുപിടിച്ച് രണ്ടുപേരും കൂടെ ചെല്ലുക. അപ്പോൾ ഇവർ വന്നെന്നറിയുമ്പോൾ നാഗേന്ദ്രൻ ഒരു താല്പര്യമില്ല, നല്ല ദേഷ്യത്തിൽ തന്നെയാണ്. അപ്പോൾ ആദർശ് കയറി ചെല്ലുമ്പോഴേക്കും എന്തിനാ വന്നത്, ഇനി എന്താ, ഞാൻ നിങ്ങൾക്ക് ശല്യത്തിനൊന്നും ഇപ്പോൾ വരുന്നില്ലല്ലോ, ഇനി എന്നാ ഞാൻ ഇവിടെയും ജീവിക്കരുതെന്നാണോ നിങ്ങൾക്ക് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അല്ല ഞങ്ങളൊരു ബുദ്ധിമുട്ടിക്കാൻ വന്നതൊന്നും അല്ല, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും ഒരു ക്ലാരിറ്റി വരുത്താനും ഉണ്ടായിരുന്നു, അതിനു വേണ്ടി വന്നതാന്ന് പറയാം. അല്ല എന്ത് കാര്യമാണ് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത്, അല്ല എന്താ ക്ലാരിറ്റി വരുത്താനുള്ളത്, അതൊന്ന് പറയാവോ എന്ന് ചോദിക്കുക. അപ്പം നാഗേന്ദ്രൻ പറയാണ്, അല്ല നിങ്ങളുടെ ഭൂതകാലത്തെക്കുറിച്ച്, നാഗേന്ദ്രനോട് ആദർശ് പറയാണ്, നിങ്ങളുടെ ഭൂതകാലത്തെക്കുറിച്ച് ഞാൻ കുറേയൊക്കെ അന്വേഷിച്ചു, കുറേയൊക്കെ കാര്യങ്ങൾ എനിക്ക് വ്യക്തമാകുകയും ചെയ്തു. നിങ്ങളല്ല കമ്പനിയെ ചതിച്ചതെന്നും അപ്പച്ചിയാണ് അങ്ങനെ ഒരു ചതി ചെയ്തതെന്നുള്ള കാര്യം എനിക്ക് പിന്നീടാണ് മനസ്സിലായെന്ന് പറയാം. അപ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ, അന്നൊന്നും മനസ്സിലാക്കാൻ ആരുമില്ലല്ലോ, ഈ സത്യം നിങ്ങളുടെ അനന്തമൂർത്തി മനസ്സിലാക്കിയോ, ഞാൻ പല പ്രാവശ്യം അയാളോട് സത്യം പറയാൻ വേണ്ടി പുറകെ നടന്നു, പക്ഷേ എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ ആ മനുഷ്യൻ തയ്യാറായില്ല, എന്നെ ഒഴിവാക്കുമായിരുന്നു. അതുപോലെ നിങ്ങളുടെ അപ്പച്ചി എന്ന് പറഞ്ഞ ആ ഭൂതനയുണ്ടല്ലോ, അവള് എന്നെ നേരെ നിന്ന് ചതിക്കുകയായിരുന്നു. അവള് തന്നെ ആ സ്വർണം മാറ്റി പുതിയ ആഭരണം ഉണ്ടാക്കി വെച്ചിട്ട് അത് എടുത്ത് കൊണ്ട് വെച്ചിട്ട് ഒന്നും അറിയിക്കാതിരുന്നിട്ടും എൻ്റെ തലയിൽ തന്നെ അത് വെച്ചവള്, എന്നിട്ട് എൻ്റെ കൂടെ എന്ത് വന്നാലും നിന്നോളാന്ന് പറഞ്ഞ അവള് എന്നെ നിഷ്കരുണം തള്ളിക്കളഞ്ഞു. എൻ്റെ മക്കളെ പോലും എന്നിൽ നിന്ന് അകറ്റി. വർഷങ്ങളോളം ഞാൻ അനുഭവിച്ച വേദന അതൊന്നും ആർക്കും മനസ്സിലാവില്ല, അതിനൊന്നും പരിഹാരം ചെയ്യാൻ ആർക്കും ആവുകയില്ല എന്ന് പറയാം. അപ്പം ആദർശ് പറയുന്നുണ്ട്, അല്ല അതെല്ലാം മറക്കണം, ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് വെക്കണ്ട, അതൊന്നും മനസ്സിൽ വെച്ചേക്കണ്ട, അതിനൊക്കെ ഞാൻ മാപ്പ് ചോദിക്കാം, മുത്തശ്ശന് പറ്റിയ തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കാം. ഇനി നിങ്ങൾ അതൊന്നും മനസ്സിൽ വെച്ച് ഒരു ശത്രുതയോടുകൂടി പെരുമാറരുത് മൂർത്തീസ് ജ്വല്ലറിയോടെന്ന് പറയാം. അപ്പോൾ നാഗേന്ദ്രൻ പറയാം, നിങ്ങൾക്ക് എളുപ്പമുണ്ട് പറയാൻ, ആ വിഷമം എനിക്കേ അറിയുള്ളൂ. അത്രയും വർഷം ഞാൻ അനുഭവിച്ച ആ കഷ്ടപ്പാടും ദുരിതവും, എൻ്റെ കുഞ്ഞുങ്ങളെ കാണാതെ ഞാൻ വിഷമിച്ചത്, ജലജയോടുള്ള ആ പക എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്നത്, എന്തുമാത്രം ആത്മാർത്ഥതയോടു കൂടിയാണ് ഞാൻ മൂർത്തീസ് ജ്വല്ലറിയിൽ ജോലി ചെയ്തതെന്നറിയോ. എൻ്റെ അതുവരെയുള്ള എല്ലാ കഷ്ടപ്പാടും ജ്വല്ലറിയുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്തത്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പോലും ഒരു ചതി ഞാൻ അതുവരെ ചെയ്തിട്ടില്ല. ജലജ അവളെന്നെ ചതിക്കുകയും പെടുത്തുകയും ചെയ്യായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവളോട് അടങ്ങാത്ത ശത്രുതയുണ്ട്. ഇപ്പോഴും അവളുടെ കള്ളത്തരം പറഞ്ഞാൽ അവിടെ പിടിച്ചു നിൽക്കുന്നേ എന്ന് പറയുക. അപ്പം നയന പറയുന്നുണ്ട്, അത് ഞങ്ങൾക്കും അറിയാം, അപ്പച്ചിയുടെ ഭാഗത്താ തെറ്റെന്നുള്ള കാര്യം ഞങ്ങൾക്കും അറിയാം. കാരണം അപ്പച്ചി ഇപ്പോഴും അവിടെ അതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മുത്തശ്ശിക്കും ഒന്നും അപ്പച്ചിയോട് അത്ര വലിയ താല്പര്യമില്ല. അതുപോലുള്ള ദുഷ്ടപ്രവർത്തികളാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ നാഗേന്ദ്രൻ പറയുക, എന്നിട്ടും എന്തേ അവളെ പുറത്താക്കാത്തെ, അവൾ പല പ്രാവശ്യം അവിടെ തെറ്റുകൾ ചെയ്ത് കൂട്ടിയിട്ടില്ലേ, എന്നിട്ടും അവളെ നിങ്ങൾ ആരെങ്കിലും പുറത്താക്കിയോ, ഇല്ലല്ലോ. എന്നെയല്ലേ പുറത്താക്കിയത്, അതുവരെ തെറ്റൊന്നും ചെയ്യാതിരുന്ന ഞാനല്ലേ ഒറ്റപ്പെട്ടു പോയത്, അതിനൊക്കെ നിങ്ങൾക്കൊരു പരിഹാരം പറയാൻ പറ്റുമോ, ഇത്രയും വർഷത്തെ എൻ്റെ കഷ്ടപ്പാടിനും ഒറ്റപ്പെടലിനും ഒക്കെ. അപ്പോൾ ആദർശ് പറയാം, ക്ഷമിക്കണം, ഇനിയെങ്കിലും ഈ ശത്രുതയൊന്നും വേണ്ട, നമുക്കെല്ലാം സന്തോഷത്തോടു കൂടി കടന്നു പോകാമെന്ന് പറയാം. അപ്പം നാഗേന്ദ്രൻ ചോദിക്കുക, അതിന് നിങ്ങളുടെ അനന്തമൂർത്തി തയ്യാറാകുമോ, ഇല്ലല്ലോ. അയാൾക്ക് ഇപ്പോഴും ഞാനല്ലേ നമ്പർ 1 ശത്രു, അതുകൊണ്ട് തന്നെയാണ് ഞാനും എൻ്റെ മനസ്സിൽ ശത്രുതയുമായിട്ട് മുന്നോട്ട് പോകുന്നതെന്ന് പറയുമ്പം ആദർശ് പറയാണ്, മുത്തശ്ശനോട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം, നിങ്ങൾ എൻ്റെ കൂടെ അനന്തപുരിയിലേക്ക് വരണം, അവിടെ വെച്ച് മുത്തശ്ശൻ്റെ മുന്നിൽ വെച്ച് എല്ലാ സത്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറയാം. നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല ഞാൻ വരില്ല, എനിക്ക് അയാളെ ഇനിയൊന്നും ബോധ്യപ്പെടുത്താനില്ല, ഇനി എനിക്കൊരു ജീവിതവും ഇല്ല, ജലജയോടൊപ്പം ഒരു ജീവിതവും എനിക്കിനി വേണ്ട എന്ന് പറയുമ്പം ആദർശ് പറയാം, അതൊക്കെ ശരിയായിരിക്കും, അത് നിങ്ങളുടെ ഇഷ്ടം, പക്ഷേ നിങ്ങൾ എൻ്റെ ഒപ്പം അനന്തപുരിയിലേക്ക് വരണം, മുത്തശ്ശൻ ഈ സത്യങ്ങളെല്ലാം അറിയണം എന്ന് പറയാണ്. അങ്ങനെ ആദർശ് നയനയും കൂടി നാഗേന്ദ്രനെ കൂട്ടി അനന്തപുരിയിലേക്ക് ചെല്ലുകയാണ്. അനന്തപുരിയിലേക്ക് നാഗേന്ദ്രനെ കൊണ്ടുവരുന്ന കാണുമ്പോൾ മുത്തശ്ശനും ദേഷ്യം വരിക. മുത്തശ്ശൻ ചാടി എണീക്കുകയാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ. മുത്തശ്ശൻ ചോദിക്കുക, എന്തിനാ ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഈ ദുഷ്ടനെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുക. ജലജയാണെങ്കിൽ ഇത് കണ്ട് അന്തം വിടുകയാണ് കേട്ടോ. നാഗേന്ദ്രൻ വന്ന് കാണുമ്പോൾ തന്നെ ജലജയ്ക്ക് പേടിയാവുക. നാഗേന്ദ്രൻ വന്ന് എങ്ങനെയെങ്ങാനും കൊന്നാലോ എന്ന് ജലജ ആലോചിക്കുക കേട്ടോ. ഇയാൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്, എന്നെ ഇയാൾ എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ വിചാരിക്കുക.
അപ്പോഴേക്കും നാഗേന്ദ്രനെ കൊണ്ട് വന്നിട്ട് ആദർശ് പറയാം, മുത്തശ്ശായി എനിക്ക് ചില സത്യങ്ങൾ പറയാനുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കടന്ന കഥയാണ്. അതിൻ്റെ സത്യാവസ്ഥയെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ കഥ മുത്തശ്ശനോട് പറയണമെന്ന് പറയുക. അപ്പം മുത്തശ്ശൻ പറയാം, എനിക്കിതൊന്നും കേൾക്കണ്ടെന്ന് പറയാം. അപ്പം ആദർശ് പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല മുത്തശ്ശ, ഇത് കേൾക്കണമെന്ന് പറഞ്ഞ് എല്ലാ സത്യങ്ങളും ശങ്കരേട്ടൻ പറഞ്ഞത് എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ജലജ ആകെപ്പാടെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി ഇങ്ങനെ നിൽക്കുക. ഇപ്പം എനിക്ക് പണി വരുമല്ലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ദേഷ്യമാകാണ്. ദേവയാനി വിളിക്കുക, ജലജെ നീ ആയിരുന്നപ്പം ഇയാളെ ചതിച്ച് പുറത്താക്കിയതല്ലേടി എന്ന് ചോദിക്കുക. മുത്തശ്ശനാണ് ജലജയുടെ അടുത്തേക്ക് വന്ന് കാരണത്തിന് കൊടുക്കുകയും കഴുത്തിന് കുത്തിപ്പിടിക്കുകയും ചെയ്യുക. എന്നിട്ട് ചോദിക്കുക, എടി പെരുങ്കള്ളി, നീ ആയിരുന്നല്ലേ എന്ന് സ്വർണം എടുത്ത് മാറ്റിയിട്ട് മുക്ക് വെച്ച് ഞങ്ങളെയെല്ലാം പറ്റിച്ചത്. നിന്റെ സ്വന്തം ഭർത്താവ് നാഗേന്ദ്രൻ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുമ്പം നിന്റെ വായിൽ നിന്നൊരു സത്യം വന്നോ? അയാളെ പുറത്താക്കിയില്ലേടി? ഇത്രയും കള്ളത്തരം ചെയ്ത് അവനെ ചതിച്ചത് നീ തന്നെയല്ലേ? ഇതുപോലുള്ള നീ ഇനി ഞങ്ങളെ എല്ലാവരും വിഷം തന്ന് കൊല്ലാന്ന് ആര് പറഞ്ഞു? ഈ വീട്ടിൽ ഇനി നിൽക്കണ്ട. സ്വന്തം മക്കൾക്ക് അച്ഛനെ ഇല്ലാതാക്കിയവളാ നീ ഇനി ഈ വീട്ടിൽ നിൽക്കണ്ട എന്നും പറഞ്ഞ് മുത്തശ്ശൻ കഴുത്തിന് കുത്തി പിടിക്കുമ്പോൾ നിന്ന് പൊട്ടിക്കരയോ ജലജ. അയ്യോ എന്നെ വിടേ, എന്നെ ഉപദ്രവിക്കല്ലേ, എന്നെ കൊല്ലല്ലേ, എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് നിന്ന് കരയുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്